കൂത്താട്ടുകുളം നഗരസഭയിലെ സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾക്ക് പരിഹാരമായി. നഗരസഭയിൽ മുടങ്ങിക്കിടന്നിരുന്ന സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസ് കഴിഞ്ഞ ആഴ്ചയാണ് പുനരാരംഭിച്ചത്. UDF ഭരണസമിതിയുടെ പ്രഥമ വാഗ്ദാനമായിരുന്നു നഗരസഭയിലെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ മെയിൻ്റനൻസ്. എന്നാൽ UDF കൗൺസിലർമാരുടെ വാർഡുകളിൽ മാത്രമാണ് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നത് എന്നും LDF അംഗങ്ങളുടെ വാർഡുകളിൽ കൃത്യമായി മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നില്ല എന്നും ആരോപിച്ച് LDF കഴിഞ്ഞ ദിവസം നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കെ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി കൗൺസിൽ വിഷയം ചർച്ച ചെയ്യണം എന്ന് ഉദ്യോഗസ്ഥരും കൗൺസിൽ അംഗങ്ങളും ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് എന്ന് നഗരസഭാ വൈസ് ചെയർമാൻ PG സുനിൽകുമാർ പറഞ്ഞു. കൂത്താട്ടുകുളം നഗരസഭയിൽ കാലങ്ങളായി മുടങ്ങിക്കിടന്ന സ്ട്രീറ്റ് ലാമ്പ് മെയിൻ്റനൻസ് വാസ്തവത്തിൽ കഴിഞ്ഞ ആഴ്ച ആരംഭിക്കുകയാണ് ഉണ്ടായത്. സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസിലുള്ള നടപടികൾ തുടങ്ങിയതിന് ശേഷം നിലവിലുള്ള ഭരണ സംവിധാനം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഒരു ടീം വർക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിലേറെ ആളുകളെ ഓരോ കാര്യങ്ങൾക്കും വിനിയോഗിച്ചുകൊണ്ട് എത്രയും ചടുലമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യുന്ന ജോലിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസിന് വേണ്ടി കഴിഞ്ഞ ആഴ്ച ജോലി ആരംഭിക്കുകയും ഇടയാർ ഒരറ്റത്തുനിന്ന് തുടങ്ങാൻ തീരുമാനിച്ച് ഇടയാറിൽ 25-ാം വാർഡിൽ ആദ്യം സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടു. അതിനു മുമ്പ് ഞങ്ങൾ ടൗണിലിട്ടു. ടൗണിലെ ഇരുട്ട് അകറ്റാൻ വേണ്ടി ടൗണിൽ സ്ട്രീറ്റ് ലാമ്പുകൾ ഇട്ടതിന് ശേഷം 25-ാം വാർഡിലിട്ടു. 25-ാം വാർഡിലാണ്ട് 30 എണ്ണം ഇട്ടതിന് ശേഷം അടുത്ത വാർഡിലേക്ക് 24-ാം വാർഡിലേക്ക് പണി തുടങ്ങേണ്ട സമയമെന്ന് പറയുന്നത് ഒരു 2-ാം ശനിയാഴ്ചയും ഞായറാഴ്ചയും ആയതുകൊണ്ട് നേരത്തെ കുട്ടി മെറ്റീരിയൽസ് എടുത്ത് മാറ്റി വെച്ചില്ലെങ്കിൽ പണി മുടങ്ങും എന്നതിനാൽ കുറച്ച് മെറ്റീരിയൽസ് കോൺട്രാക്ടറെ വിളിച്ച് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് 2 കൗൺസിലേഴ്സ് ആ മെറ്റീരിയൽസ് എടുത്തു വയ്ക്കുകയും അടിയന്തരമായി പിറ്റേ ദിവസം പണി തുടങ്ങാൻ വേണ്ടി ആലോചിക്കുകയും ചെയ്ത സമയത്ത് ആവശ്യമില്ലാത്ത പരാതികളുമായി വളരെ മോശപ്പെട്ട വിധത്തിലുള്ള പ്രചരണങ്ങളുമായി LDF രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. അത്തരമൊരു സാഹചര്യം വന്നപ്പോൾ ഒരു സംശയം വേണ്ട, ഒരു ക്രമക്കേടും അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ എടുത്തു മാറ്റിവെച്ച മെറ്റീരിയൽസ് അത് എടുത്തുകൊണ്ട് പോകുന്നത് മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ്. ഒളിച്ചും മറിച്ചും ഒന്നല്ല കിടത്തിയത്, ആരെങ്കിലും തലച്ചുമടായി കൊണ്ടുപോയതല്ല. ഔദ്യോഗിക വാഹനത്തിൽ കൊണ്ട് മാറ്റി വെച്ചിരുന്നത് തിരിച്ച് നഗരസഭയിൽ എത്തിക്കുകയും അതെല്ലാം കോൺട്രാക്ടർ നേരിട്ട് വന്ന് എത്തിയാൽ മതി. ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞുള്ള അനുമതി പോരാ, നേരിട്ട് വന്ന് കോൺട്രാക്ടറോ അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവോ തന്നെ വാങ്ങിയാൽ മതി എന്ന് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം ഉദ്യോഗസ്ഥന്മാർക്കും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ പേരിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. മാത്രമല്ല ഞങ്ങൾക്ക് ഏറ്റുമുട്ടലിൽ താല്പര്യമില്ല. അതുകൊണ്ട് ആ കാര്യം കൃത്യമായി നടപ്പിലാകാൻ വേണ്ടി അത് എത്തിക്കുകയും ഇന്ന് അടിയന്തരമായി കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടുകയും ചെയ്തു. ഒരു സംശയവുമില്ല, കൗൺസിൽ യോഗം ഇന്ന് കൂടിയാലും കൂടിയില്ലെങ്കിലും നടക്കുന്ന തീരുമാനങ്ങൾ ഇന്ന് കൗൺസിലിൽ അംഗീകരിക്കുകയും അത് കൗൺസിൽ ഏകണ്ഠമായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നുകിൽ 40 ബൾബ് വീതം എല്ലാ വാർഡുകളിലേക്കും ആദ്യഘട്ടത്തിൽ കൊടുക്കുകയും ബാക്കിയുള്ളവ പിന്നീട് 2-ാം ഘട്ടത്തിൽ ഇടുകയും ചെയ്യാമെന്നൊരു നിർദ്ദേശമുയർന്നു. അല്ല 55 ബൾബുകൾ വീതം 55 സ്ട്രീറ്റ് ലാമ്പുകൾ വീതം എല്ലാ വാർഡുകളും ആദ്യഘട്ടത്തിൽ തന്നെ ഇടണം എന്നൊരു നിർദ്ദേശമുണ്ടാവുകയും 55 ലാമ്പുകൾ വീതം ഇടാൻ തീരുമാനിച്ച് ഈ യോഗം പിരിയുകയുണ്ടായത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു കാരണവശാലും സമരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. വാസ്തവത്തിൽ ഈ ബഹളവും സമരവും കൊണ്ടുണ്ടായ ഒരേ ഒരു ഗുണം 2 ദിവസത്തേക്ക് ഈ ജോലി പെൻഡിങ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. LDFിൻ്റെ CPMൻ്റെ നേതൃത്വത്തിൽ ഈ കൗൺസിലിൻ്റെ പുതിയ ചെയർപേഴ്സണും വൈസ് ചെയർമാനും നമ്മുടെ ചുമതലയേറ്റത് മുതൽ സത്യപ്രതിജ്ഞ ചെയ്ത സമയം മുതൽ ഞങ്ങൾ സമരത്തിൻ്റെ പരമ്പര അഴിച്ചുവിടും, ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ CPM അവരുടെ പരിപാടികളുമായി മുന്നോട്ട് പോയി എന്നത് മാത്രമേ ഗുണമുണ്ടായുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല. അത്തരം തടസ്സം ഉണ്ടായെന്ന് പറയുന്നത് താമസിപ്പിച്ചു എന്ന് മാത്രമാണ്. വാസ്തവത്തിൽ 25-ാം വാർഡ് കഴിഞ്ഞ് LDF കൗൺസിലർമാർ ഞങ്ങൾ പറഞ്ഞിരുന്ന വേറൊരു കാര്യം, പണിക്കാരെ കൂടുതൽ കിട്ടുകയാണെങ്കിൽ 2 വശത്തു നിന്ന് ഇടയാറിൽ നിന്ന് കൂടാതെ മങ്ങത്താഴ് ഭാഗത്ത് ഇങ്ങോട്ട് 2 വശത്തു നിന്നും ഇട്ട് വരാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ട് ഉണ്ടായിരുന്നു. അതേസമയം 2 ദിവസം ഡിലേ വന്നു എന്നത് മാത്രമാണ് ഇതുകൊണ്ടുണ്ടായ ഗുണം. എന്താണെങ്കിലും മുന്നോട്ടുള്ള പോക്കിൽ എല്ലാവരുടെയും സഹായത്തോടെയും സഹകരണത്തോടെയും കൗൺസിലിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടി പരമാവധി എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് പോകുവാൻ തന്നെയാണ് ഞങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത്. അതിനെല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്.
ചർച്ചയ്ക്കൊടുവിൽ നഗരസഭയുടെ 25 ഡിവിഷനുകളിലും കൃത്യമായി മെയിൻ്റനൻസ് വർക്കുകൾ നടത്തുന്നതിന് ഭാഗമായി 55 LED ബൾബുകൾ വീതം നൽകാൻ തീരുമാനമെടുത്തു. കൗൺസിൽ യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് ഇന്നു മുതൽ വാർഡുകളിലെ സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസ് പുനരാരംഭിക്കും. LDFന്റെ സമരം വിജയം കണ്ടതായി പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. UDF ഭരണസമിതിയുടെ താൽപര്യത്തിനനുസരിച്ച് അംഗങ്ങളുടെ ഇഷ്ടക്കാർക്ക് മാത്രമായി സ്ട്രീറ്റ് ലൈറ്റ് മാറ്റി നൽകാനുള്ള നടപടി LDFന് തടയാൻ കഴിഞ്ഞതായും LDFന്റെ ആവശ്യപ്രകാരം അടിയന്തര കമ്മിറ്റി വിളിച്ചു ചേർത്ത പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിച്ചത് LDF നടത്തിയ സമരത്തിന്റെ ഫലമാണെന്നും മുൻ നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് എന്നിവർ പറഞ്ഞു. നഗരസഭയിലെ അറിയിക്കാതെ അല്ലെങ്കിൽ നഗരസഭയുടെ ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിക്കാതെ സ്ട്രീറ്റ് ലൈറ്റുകൾ എടുത്തുകൊണ്ട് പോയതുമായി ബന്ധപ്പെട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ എക്യുപ്മെൻറ്റ്സുകൾ എടുത്തുകൊണ്ട് പോയതുമായി ബന്ധപ്പെട്ടിട്ട് LDF ഇന്നലെ ഇവിടെ സമരം നടത്തി. ആ സമരത്തിൽ ഞങ്ങൾ ഉന്നയിച്ച ഒരു പ്രധാന ആവശ്യം, അടിയന്തരമായി കമ്മിറ്റി കൂടി ആ കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ വിധേയമായിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഏതെങ്കിലും UDFൻ്റെ കൗൺസിലർമാർക്ക് മാത്രമായി ഇത് വിതരണം ചെയ്യരുത് എന്നതാണ് ഞങ്ങൾ സമരത്തിലൂടെ ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഇന്ന് തന്നെ അടിയന്തര കമ്മിറ്റി വിളിക്കുകയും ആ അടിയന്തര കമ്മിറ്റിയിൽ ഈ എടുത്തുകൊണ്ട് പോയത് നടപടിക്രമങ്ങൾ പാലിക്കാതെ എടുത്തുകൊണ്ട് പോയത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ എക്യുപ്മെൻറ്റ്സുകൾ എടുത്തുകൊണ്ട് പോയത് തെറ്റാണെന്ന് സമ്മതിക്കുകയും അതോടൊപ്പം എല്ലാ വാർഡിലേക്കും 55 ബൾബ് വീതം ഇടുന്നതിനും ഇന്നലെ നടത്തിയ സമരത്തിൻ്റെ ഫലമായി ഇന്ന് കൂടിയ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. ആയതുകൊണ്ട് ഈ 25 ഡിവിഷനിലേക്കും 55 ബൾബുകൾ വീതം സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി ഇടുന്നതിന് തീരുമാനമായിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കും.